നമസ്കാരം. ഏവർക്കും നമ്മുടെ ന്യൂസിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാർക്ക് ആശ്വാസകരമായ വാർത്തയുമായാണ് എത്തിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രതിമാസ ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. N.K. പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ആശാ വർക്കർമാരുടെ വേതനവും സേവന വ്യവസ്ഥകളും ഉൾപ്പെടെ ആരോഗ്യമേഖല ശക്തിപ്പെടുത്തേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരുകളിൽ നിന്നാണെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 10 വർഷം സേവനം അനുഷ്ഠിച്ച ശേഷം പിരിഞ്ഞുപോകുന്നവർക്കുള്ള ആനുകൂല്യം കേന്ദ്ര സർക്കാർ 20,000 രൂപയിൽ നിന്ന് 50,000 രൂപയാക്കി വർദ്ധിപ്പിച്ചതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർ ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ ഭരണപരവും മാനവ വിഭവശേഷി സംബന്ധവുമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ്. ഓരോ പദ്ധതിയുടെയും മുൻഗണനയും ആവശ്യവും പരിഗണിച്ച് ആശാ വർക്കർമാരുടെ ഇൻസെന്റീവിൽ കാലാനുസൃതമായ മാറ്റം വരുത്തുന്നുണ്ട്. ആശാ വർക്കർമാരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി പ്രത്യേക ഇൻസെന്റീവും നൽകുന്നുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പ്രകാരം പ്രതിമാസം 1000 രൂപയുടെയും ഇൻസെന്റീവും യൂണിഫോമും, തിരിച്ചറിയൽ കാർഡ്, സൈക്കിൾ, മൊബൈൽ, CUG സിം, ആശാ ഡയറി ഡ്രഗ് കിറ്റ്, വിശ്രമമുറി എന്നീ സൗകര്യങ്ങളും ആശാ വർക്കർമാർക്ക് നൽകി വരുന്നുണ്ട്. പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. അപകടത്തിൽ മരിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും അംഗവൈകല്യം വരുന്നവർക്ക് 1 ലക്ഷം രൂപയും ഇൻഷുറൻസ് പരിരക്ഷ നൽകി. പ്രധാൻമന്ത്രി ശ്രം യോഗി മന്ദിർ പദ്ധതി പ്രകാരം പ്രതിമാസം 3000 രൂപയുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കി. ആശാ വർക്കർമാർക്കും ആശ്രിതർക്കുമായി പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. താങ്ക് യു.